കോഴിക്കോട് വീടിനടുത്ത് ഇറക്കാതെ വിദ്യാർത്ഥിനിയെ പുലർച്ചെ ടെർമിനലിൽ ഇറക്കിവിട്ട KSRTC ജീവനക്കാർ. പകരം ബസ്സിനായി വിദ്യാർത്ഥിനിക്ക് കോഴിക്കോട് ടെർമിനലിൽ കാത്തു നിൽക്കേണ്ടി വന്ന ഏകദേശം 2 മണിക്കൂറോളമാണ്. എലത്തൂരിൽ ഇറക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ ചെവിക്കൊണ്ടില്ല എന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി. ഒരു തവണ ഒന്നല്ല ചോദിച്ചത്, കുറേ തവണ ആയിട്ട് ചോദിച്ചു, എന്നിട്ടും അവർ മുഖം തിരിക്കുക ചെയ്തത്. അങ്ങനെ ഒരു റൂഡ് ബിഹേവിയർ, ഒരു ലൈക്ക് ആ ഒരു 3 മണി പുലർച്ചെ സമയത്ത് ഒരു പെൺകുട്ടി, എൻ്റെ അപ്പിയറൻസ് തന്നെ ഞാൻ സ്റ്റുഡൻ്റാണെന്നുള്ളത് വ്യക്തമാണ്. എൻ്റെ അടുത്ത് ബാഗും എൻ്റെ റോൾ പാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ കുട്ടി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബേസിക് ഹ്യൂമാനിറ്റി വെച്ചിട്ട് അവർ ഓക്കെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നതിന് പകരം ഇല്ല, ഇറങ്ങി വേറെ ബസ് കണ്ടോ, വേറെ ബസ് ഉണ്ടാവും, ഇറങ്ങി നോക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് ഇറക്കുക ചെയ്തത്. വിവരങ്ങൾ നൽകുക രാഹുൽ KV ആണ് കോഴിക്കോട് നിന്നും. രാഹുൽ, എന്താണ് KSRTCയിൽ നിന്നുള്ള ഒരു വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ രാത്രി സമയത്താണെങ്കിൽ സ്ത്രീകൾ പറഞ്ഞാൽ ഏത് സ്റ്റോപ്പില്ലാത്ത ഇടങ്ങളിലാണെങ്കിലും നിർത്തി കൊടുക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ ഉള്ളതാണല്ലോ. എന്താണ് സംഭവിച്ചത്? ദിവിഷ, KSRTC ബസ് ജീവനക്കാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കൊല്ലത്ത് 2ാം വർഷ BArc വിദ്യാർത്ഥിനിയാണ് എലത്തൂർ സ്വദേശിയായ നാഫിഹ പർവീൺ. അവധിക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ ദുരനുഭവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി ടിക്കറ്റ് എടുക്കുന്നത് കൊല്ലത്ത് നിന്ന് കോഴിക്കോട്ടേക്കാണ്. ബസ് എല്ലാ ദിവസങ്ങളിലും ഏകദേശം ഒരു 1:30 കൂടിയാണ് കോഴിക്കോട്ടേക്ക് എത്തിച്ചേരേണ്ട സമയം ഇതാണ്. പക്ഷേ ഈ ദിവസം ബസ് എത്തുന്നത് ഏകദേശം 3 മണിക്കടുത്താണ്. അതായത് ഏറെ വൈകിയാണ് ബസ് കോഴിക്കോട്ടേക്ക് വരുന്നത്. ഈ രാമനാട്ടുകാരെ എത്തുന്ന സമയത്ത് തന്നെ പെൺകുട്ടി ബസ്സിലെ ജീവനക്കാരനോട്, കണ്ടക്ടറോടും ഡ്രൈവറോടും മാറി മാറി ചോദിക്കുന്നുണ്ട്, എനിക്ക് കോഴിക്കോട് കഴിഞ്ഞും എലത്തൂരാണ് ഇറങ്ങേണ്ട സ്ഥലം, എലത്തൂരാണ് വീട്, അവിടെ ഇറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം മുതൽ തന്നെ ഈ കുട്ടിയുടെ ആവശ്യം അത് ചെവിക്കൊള്ളാത്തൊരു പെരുമാറ്റമാണ് സ്വീകരിച്ചതെന്നാണ് കുട്ടി പറയുന്നത്. കോഴിക്കോട് ടെർമിനലിൽ എത്തിയതിന് ശേഷവും ഒരുപാട് തവണ കുട്ടി ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ കണ്ണൂരിലേക്ക് പോകുന്ന റൂട്ടിൽ എലത്തൂരിലാണ് എൻ്റെ വീട്, സമയം ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ വീടിനടുത്ത് ഇറക്കിക്കൂടെ എന്നൊരു അഭ്യർത്ഥന കുട്ടി നടത്തുന്നുണ്ട്. ഈ ഒരു സമയത്തും ഇവർ പറയുന്നത് ഇത് ഡീലക്സ് ബസ്സാണ്, അതായത് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ഡീലക്സ് ബസ്സാണ്. ഡീലക്സ് ബസ്സിന് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പുള്ളത്, അതിനാൽ എലത്തൂരിൽ ഇറക്കാൻ കഴിയില്ല എന്നൊരു മറുപടി കുട്ടിക്ക് നൽകുന്നു. അങ്ങനെ കോഴിക്കോട് ടെർമിനലിൽ കുട്ടിയെ ഇറക്കി വിടുകയാണ് ഈ ബസ് ജീവനക്കാർ ചെയ്യുന്നത്. അതിനുശേഷം കോഴിക്കോട് ടെർമിനലിൽ ഏകദേശം 2 മണിക്കൂറോളം സമയം കുട്ടിക്ക് അടുത്ത ബസ്സിന് വേണ്ടി ബസ് വരുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ അടുത്തൊരു KSRTC ബസ്സിലാണ് കുട്ടി പിന്നീട് വീട്ടിലേക്ക് പോകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് എലത്തൂർ വരുന്നത്. ഈ കുട്ടിയെ അവിടെ ഇറക്കുന്നതിന് ജീവനക്കാർക്ക് ബസ് നിർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു കാലതാമസം ഏകദേശം ഒരു പെൺകുട്ടിക്ക് ബസ് നിർത്തി ഇറങ്ങാൻ എത്ര സമയമാണ് ആവശ്യമായി വരിക. പക്ഷേ ഇവർ ഈ സാങ്കേതിക കാരണങ്ങളാണ് പറയുന്നത്. KSRTC ഡീലക്സ് ബസ്സിന് കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടിയിലാണ്, കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്. രാത്രി 9 മുതൽ രാവിലെ 5 മണി വരെയാണെന്നോ അല്ലേ? ആ സമയത്ത് സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ നിർത്തി കൊടുക്കുക. അത് മിന്നലിൽ മാത്രമാണല്ലോ അങ്ങനെ ഒരു നിർദ്ദേശം ബാധകമാകാത്തത്. ഈ ഡീലക്സ് ബസ്സുകളൊക്കെ അങ്ങനെ നിർത്തേണ്ട ഗണത്തിൽപ്പെടുന്നതല്ലേ? അതെ, രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണോ അവർക്ക് ഇറങ്ങേണ്ടത് അവിടെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കി കൊടുക്കണമെന്ന് തന്നെയാണ് KSRTCക്ക് ജീവനക്കാർക്ക് നിർദ്ദേശമുള്ളത്. പക്ഷേ എന്നിട്ടും ഈ ഡീലക്സ് ബസ്സുകൾ, അതുപോലെ മിന്നൽ ബസ്സുകളിലൊക്കെ അനുവദിക്കപ്പെട്ട സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. ഡീലക്സ് ബസ്സിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നിർത്തി ഇറക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നൊരു വാശിയാണ് ഈ ബസ്സിലെ ജീവനക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നാഫിഹ എന്തായാലും ഈ ദുരനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, കോഴിക്കോട് DTO ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിലൊരു അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കുട്ടി. കാരണം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്താണ്, ബാഗുണ്ട്, മറ്റു ലഗേജുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയായാണ് ഈ കോഴിക്കോട് ടെർമിനലിൽ ഇറങ്ങി ഇങ്ങനെ 2 മണിക്കൂറിലധികം സമയം കാത്തു നിൽക്കേണ്ടതായും വന്നിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഈ കണ്ണൂരിലേക്ക് പോകുന്ന റൂട്ടിൽ അവർക്ക് എലത്തൂരിൽ ബസ് നിർത്തി ഇറക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പിംഗ് ഫെയർ എത്രയാണോ, കോഴിക്കോട് നിന്ന് വിട്ടാൽ കൊയിലാണ്ടിയിലാണ് സ്റ്റോപ്പ്, കൊയിലാണ്ടിയിലേക്കുള്ള ബസ് ചാർജ് എത്രയാണോ അത് നൽകാമെന്ന് കുട്ടി പറഞ്ഞിട്ട് പോലും ആ ടിക്കറ്റ് നൽകാനോ കുട്ടിയെ എലത്തൂരിൽ ഇറക്കാനോ ഈ ജീവനക്കാർ അനുവദിക്കാതെ ടെർമിനലിൽ തന്നെ ഇറക്കി വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്.
ഒരു 2 മണിക്കൂറിലധികം സമയം ഇവിടെ കാത്തിരിക്കേണ്ടി വരുന്നു. പരാതി നൽകി കൃത്യമായ ഇടപെടൽ തേടുകയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ. ശരി, എന്തായാലും കുട്ടിയുടെ പരാതി അത് വേണ്ട രീതിയിൽ KSRTC പരിഗണിക്കും. എന്താണ് ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കൂടി കേൾക്കണമല്ലോ, എന്തുകൊണ്ട് അവർ നിർത്തിയില്ല എന്ന അത് ഇങ്ങനെയൊരു ഞങ്ങൾക്ക് സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തില്ല എന്നതായിരുന്നു, അത് മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുകൂടി അവരുടെ വിശദീകരണം കൂടി വരുമ്പോൾ നമുക്കറിയാം. ആ പരാതിയെ അധികൃതർ വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്ന് കരുതുന്നു. രാഹുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.